മാർച്ച് മാസത്തിൽ മലയാള സിനിമയെ രക്ഷിച്ചത് മോഹൻലാൽ നായകനായ എമ്പുരാൻ മാത്രമെന്ന നിർമ്മാതാക്കൾ 175 കോടി മുതൽ മുടക്കിയ എമ്പുരാൻ ആദ്യ 5 ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് മാത്രം 24 കോടിയിലധികം നേടിയെന്ന കണക്ക്. 15 സിനിമകൾ റിലീസ് ചെയ്തപ്പോൾ 14 സിനിമകൾക്കും മുടക്കുമുതൽ പോലും നേടാനായില്ല എന്നും നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ട കളക്ഷൻ കണക്കുകൾ തെളിയിക്കുന്നുണ്ട്. മാർച്ച് മാസത്തിൽ റിലീസ് ചെയ്ത 15 സിനിമകളിൽ 14 സിനിമകൾക്കും തിയേറ്റർ കളക്ഷനിലൂടെ മുടക്കുമുതൽ പോലും തിരികെ പിടിക്കാനായിട്ടില്ലെന്ന് നിർമ്മാതാക്കൾ പുറത്തുവിട്ട കണക്കുകൾ തെളിയിക്കുന്നു. 175.66 കോടി രൂപ മുതൽ മുടക്കിൽ നിർമ്മിച്ച എമ്പുരാൻ 5 ദിവസം കൊണ്ട് കേരളത്തിലെ തിയേറ്ററുകളിൽ നിന്ന് നേടിയത് 24.65 കോടി രൂപയാണ്. എമ്പുരാൻ സിനിമ 300 കോടി ക്ലബിലെത്തിയതായി ഏപ്രിൽ മാസം എമ്പുരാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ കണക്കുകൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. തിയേറ്റർ റിലീസുകളുടെ എണ്ണം കൂടിയെങ്കിലും ലാഭത്തിലാകുന്ന സിനിമകൾ വിരലിലെണ്ണാവുന്നത് മാത്രമാണെന്നാണ് നിർമ്മാതാക്കളുടെ സംഘടന കണക്കുകളിലൂടെ ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 1 കോടിയിലധികം രൂപ മുതൽ മുടക്കുമ്പോഴും 1 ലക്ഷം രൂപ പോലും തിയേറ്ററിൽ നിന്ന് തിരിച്ചുപിടിക്കാനാകില്ലെന്നതാണ് നിർമ്മാതാക്കളുടെ അവകാശവാദം. 85 ലക്ഷം മുതൽ മുടക്കിയ ആരണ്യം എന്ന സിനിമ തിയേറ്റർ കളക്ഷനിലൂടെ നേടിയത് 22,000 രൂപ മാത്രമാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന സിനിമ നേടിയതാകട്ടെ 35,000 രൂപ. 1 കോടി മുതൽ മുടക്കി നിർമ്മിച്ച ലീച്ച് എന്ന സിനിമ തിരിച്ചുപിടിച്ചത് 45,000 മാത്രമാണെന്നും കളക്ഷൻ കണക്കുകൾ വ്യക്തമാക്കുന്നു. മാർച്ച് മാസത്തിൽ 15 സിനിമകളിലായി 194.42 കോടി രൂപ മുതൽ മുടക്കിയപ്പോൾ തിരിച്ചുപിടിച്ചത് 25.88 കോടി മാത്രം. OTT സാറ്റലൈറ്റ് കളക്ഷനിലൂടെയും കേരളത്തിനും ഇന്ത്യക്കും പുറത്തുനിന്നുമുള്ള വരുമാനവും കൂടി ഉൾപ്പെടുത്താതെയുള്ള കണക്കുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. എന്നാൽ ഇതുകൂടി ചേർത്ത് വയ്ക്കുമ്പോഴും മിക്ക സിനിമകളും ലാഭത്തിലാകില്ലെന്നാണ് നിർമ്മാതാക്കൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.